നേതാക്കളൊക്കെ തന്നെ കേരള ഹൗസിൽ ഈ കളി കാണുന്നുണ്ടായിരുന്നു. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, എന്താണ് അവിടെ നിന്നുള്ള ദില്ലിയിൽ നിന്നുള്ള ആവേശത്തിന്റെ വിവരങ്ങൾ? പക്ഷേ എന്തായാലും വളരെ ആവേശകരമായിട്ടുള്ള മത്സരമായിരുന്നു ഇവിടെ. കേരള ഹൗസിൽ സജ്ജീകരിച്ച സ്ക്രീനിങ് അത് കാണാൻ എംപിമാർ, CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ MPമാരൊക്കെ തന്നെ കേരള ഹൗസിൽ എത്തിയിരുന്നു. എന്തായാലും നമ്മളോടൊപ്പം SP സന്തോഷ് കുമാർ MP ചേരുന്നുണ്ട്. അർജന്റീനയുടെ വലിയൊരു കട്ട ഫാൻ കൂടിയാണ്, അർജന്റീന കടുത്ത ആരാധകരാണ്. പക്ഷേ ഇന്നത്തെ അർജന്റീന കളി ആരാധനയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ പ്രകടനം വളരെ മോശം പ്രകടനം. ഞാൻ അർജന്റീനിയൻ ഫുട്ബോൾ കാണാൻ തുടങ്ങിയതിന് ശേഷം ഇത്ര മോശപ്പെട്ടൊരു കളി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സി ഗ്രൗണ്ടിലുണ്ടോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലായിപ്പോയി. പഴയ പ്രകടനങ്ങളുടെ നിഴൽ മാത്രമായിപ്പോയി. ക്ലബ്ബ് ഫുട്ബോളിൽ ഉൾപ്പെടെ മെസ്സിയുടെ കളികൾ കാണുന്നവരാണ് ഞങ്ങൾ. പക്ഷേ വളരെ നിരാശാജനകമായ പ്രകടനം. സ്പെയിന് എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് കളിച്ചു. അവർ വാസ്തവത്തിൽ കൂടുതൽ ഗോളിൽ ജയിക്കുമായിരുന്നു, എല്ലാവർക്കും അറിയുന്നില്ല. ഗോളി ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ യഥാർത്ഥ താരം എന്ന് പറയുന്നത് ഗോളിയാണ്. അപ്പോഴൊക്കെ പറയാം റെഡ് കാർഡൊക്കെ ഒഴിവാക്കാമായിരുന്നു, തുടർച്ചയായ രണ്ടാമത്തെ മഞ്ഞാക്കാർഡൊക്കെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, സ്പെയിൻ അർഹിക്കുന്ന വിജയമാണ്. അപ്പം നമ്മളവരെ അഭിനന്ദിക്കുക. നാട്ടിൽ സ്പെയിന് ഒരുപക്ഷെ അർജന്റീന അത്ര ആരാധകരില്ലെങ്കിലും ഞാൻ സ്പെയിനിൻ്റെ കളി വളരെ മനോഹരമായിരുന്നു. അർജന്റീനക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അർഹിക്കുന്ന പരാജയമാണ്. അതിൽ ഒരു ആരാധകൻ എന്നുള്ളതിൽ എനിക്കൊരു ദുഃഖവുമില്ല.